അങ്ങനെ നമ്മുടെ നാട്ടിലെത്തി നമ്മുടെ ബ്ലൂവിനെ കുളിപ്പിച്ച് കുട്ടവനാക്കി ഇറക്കിയിട്ടുണ്ട്. ഓ ഭായിയണ്ണനാണെ വണ്ടി ഇഷ്ടപ്പെട്ട് കഴുക്ക് നിർത്തുന്നേ ഇല്ല. അങ്ങനെ നമ്മുടെ ലോറിയിലാണുള്ളത്. ലോറി എടുത്തിട്ടാണ് കഴുകാൻ വന്നത്. വണ്ടി ഇറക്കിയിട്ട് കാണാം. ആക്ച്വലി നമ്മൾ കൊച്ചിയിലായ വണ്ടി ഫുള്ള് ഇവിടെ വെച്ച് പൊടിയൊക്കെ ആയി, ഓടിക്കാനും ആളില്ല. വിറ്റാലോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം കേട്ടോ. ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷെ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. സോ നിങ്ങൾ എത്ര റേറ്റിന് വണ്ടി എടുക്കുമെന്ന് ഉറപ്പായിട്ട് നമ്മുടെ ഇൻസ്റ്റയിൽ മെസ്സേജ് കമന്റ് ചെയ്യാം. പക്ഷേ ഈ കുട്ടപ്പത്തിന് ഇങ്ങനെ കാണുമ്പോൾ കൊടുക്കാനും തോന്നില്ല. അതാണ് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം. സോ യാ, ബ്ലൂബി എവിടെ ചോദിച്ചാലും ബ്ലൂ വണ്ടിയുള്ളൊരു യൂട്യൂബർ അല്ലേ ഏതാ ചോദിക്കുക. അപ്പോൾ അത്രയും നമ്മളൊരു വെറൈറ്റി ഐഡന്റിറ്റി ആയ വണ്ടിയാണത്. പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത്. ഉറപ്പായിട്ട് നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യാം കേട്ടോ. പൊന്നുപോലെ നോക്കുന്ന ആരെങ്കിലൊക്കെ റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം. ഞാൻ ആലോചിച്ചല്ല, അമ്മയെ സമ്മതിക്കൂല. പക്ഷെ എന്നാലും ഞാൻ ചോദിച്ചതാണ് വണ്ടി വെറുതെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുണ്ട്. സോ വരും അപ്ഡേറ്റ് ഒക്കെ ഫുൾ വീഡിയോ കാണിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ വന്നപ്പോൾ നമുക്ക് എന്നാലും വിഷുവൊക്കെ അല്ലേ, മുണ്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം മുണ്ട് മേടിക്കാൻ വന്നിട്ടുണ്ട്. ഈ ഷോപ്പ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളയാടുത്ത ഷെഫ് കേക്കിന് തൊട്ട് ഇപ്പുറം നമ്മുടെ ഇക്കാൻ്റെ ആട്ട. എന്ത് ഈ ഷർട്ടിലെല്ലാം 300, 350, ഇതൊക്കെ 150 വെച്ചാൽ കിടില കളക്ഷൻ ഉണ്ട്. ഇതിൽ വരുന്നവരാണെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വിഷു ലുക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അടുത്ത വീഡിയോ കാണാം.